പട്ടാളക്കാരൻ എന്നും പട്ടാളക്കാരനായിരിക്കും. അതിൽ അഭിമാനം കൊള്ളുന്നവർ. എത്ര വയസ്സായാലും അവർ യുദ്ധമുഖത്തെത്തി രാജ്യത്തിന്റെ കാവലാൾ ആകാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. തന്റെ മുത്തച്ഛനെക്കുറിച്ച് സൗമ്യ സരിൻ വിശദീകരിച്ചതും ആ അഭിമാന കഥയാണ്. രാജ്യത്തിനു വേണ്ടി ജീവിക്കുന്ന പട്ടാളക്കാരന്റെ 90-ാം വയസ്സിലെ രാജ്യസ്നേഹം. പക്ഷെ അത് ചിലർക്ക് പിടിച്ചില്ല. വെടിനിർത്തൽ വന്ന വിവരം മുത്തച്ഛനെ അറിയിക്കാൻ മറക്കരുതെന്ന് ഡോക്ടർ സൗമ്യ സരിനെ കളിയാക്കുകയാണ് നിയാസ് മലബാറി എന്ന ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ കളിയാക്കലിനെതിരെ രൂക്ഷ പ്രതികരണവുമായി രംഗത്ത് വരികയാണ് സൗമ്യ. ഇതാണ് ചിലരുടെ സംസ്കാരം. ഇവരെ പോലുള്ള അശ്ലീലങ്ങൾ ഒരിടത്ത് മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ ചേരികളിലുമുണ്ട്. അവർക്കെല്ലാം ഒരേ മുഖവും ഒരേ ഭാഷയുമാണ്. പോത്തിന് എന്ത് ഏത്തവാഴ എന്ന് പറയുന്ന പോലെ ഇവർക്കെന്ത് രാജ്യം, ഇവർക്കെന്ത് പട്ടാളക്കാരൻ. വെറുപ്പ് മാത്രം വായിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും വിളമ്പി അത് നമ്മളെയും കടന്ന് അവർക്ക് അറിയുക പോലുമില്ലാത്ത മറ്റുള്ളവരിലേക്കും വമിപ്പിക്കുകയാണ് സൗമ്യ സരിൻ പറയുന്നു. എന്തായാലും ഈ കുറിപ്പ് വൈറലാവുകയാണ്. ഈ കുറിപ്പ് ഇങ്ങനെയാണ്: ഇതാണ് ചിലരുടെ സംസ്കാരം. ഇവരെ പോലുള്ള അശ്ലീലങ്ങൾ ഒരിടത്ത് മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ ചേരികളിലുമുണ്ട്. അവർക്കെല്ലാം ഒരേ മുഖവും ഒരേ ഭാഷയും. പോത്തിനെന്ത് ഏത്തവാഴ എന്ന് പറയുന്ന പോലെ ഇവർക്കെന്ത് രാജ്യം, ഇവർക്കെന്ത് പട്ടാളക്കാരൻ. വെറുപ്പ് മാത്രം വായിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും വിളമ്പി അത് നമ്മളെയും കടന്ന് അവർക്ക് അറിയുക പോലുമില്ലാത്ത മറ്റുള്ളവരിലേക്കും വമ്മിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ 90 വയസ്സ് കഴിഞ്ഞ എൻ്റെ മുത്തച്ഛനെ കുറിച്ച് ഞാനിട്ട ഒരു പോസ്റ്റിനെ പരിഹസിച്ച് ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട 35 വർഷങ്ങൾ ഈ രാജ്യത്തെ സേവിച്ച ആ വയോധികനായ ഒരു പാവം പട്ടാളക്കാരനെ പുച്ഛിച്ച് ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ഇടാൻ ഇവരെ പോലുള്ളവർക്ക് അല്ലാതെ വേറെ ഏതെങ്കിലും വിഷങ്ങൾക്ക് സാധിക്കുമോ? നാണം ഇല്ലേടോ എന്ന് ചോദിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. കാരണം ആ സാധനം എന്താണെന്ന് പോലും അറിയില്ല എന്നത് ഇവരൊക്കെ പലപ്പോഴായി തെളിയിച്ചവരാണ്. അതുകൊണ്ട് അവിടെ ഇരുന്ന് ഇനിയും വെറുപ്പും വിദ്വേഷവും ഛർദ്ദിച്ചു കൊണ്ടിരിക്കുക. കാരണം ഓരോരുത്തർക്കും പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അവർ പഠിച്ചതിനും ശീലിച്ചതിനും വളർന്നു വന്ന സംസ്കാരത്തിനുമൊക്കെ അനുസരിച്ച്. നിങ്ങൾക്ക് പറഞ്ഞത് ഇതാണ്: തുടരുക. നിങ്ങൾ പുച്ഛിച്ച എൻ്റെ മുത്തച്ഛൻ കുട്ടിക്കാലത്ത് രാത്രി ഊണ് കഴിഞ്ഞാൽ എന്നെ നടക്കാൻ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷിലുള്ള പഴഞ്ചൊല്ലുകൾ പറഞ്ഞ് പഠിപ്പിക്കുമായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്നെങ്കിലും ഉപകാരപ്പെടും. ഇതൊക്കെ പറഞ്ഞു തരാൻ വീട്ടിൽ ആളുകൾ ഉണ്ടായി കാണില്ല. സാരമില്ല. ധനം നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ല. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചിലതൊക്കെ നഷ്ടപ്പെടുന്നു. എന്നാൽ നിങ്ങളുടെ തൽസ്വഭാവം നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെടുന്നു. മനസ്സിലായോ വർമ്മ സാർമാരെ? ഈ മാന്യ അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല, ഈ പോസ്റ്റിന് താഴെ വന്ന് മെഴുകാൻ സാധ്യതയുള്ള എല്ലാ സാർമാർക്കും വേണ്ടി കൂടിയാണ് സൗമ്യ സരിൻ കുറിച്ചു.